ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. എനിക്കിത് രണ്ടും താ അമ്മേ. അന്നേരം പ്രത മറുത്തൊന്നും പറഞ്ഞില്ല. കാരണം പ്രതയുടെ പക്കൽ പറയാനായി മറ്റൊരു കാരണവും ഉണ്ടായിരുന്നില്ല. ഏതൊരു മത്സ്യകന്യകയും തൻ്റെ ഭർത്താവിൻ്റെ കാര്യം വരുമ്പോൾ അവൻ്റെ ജീവൻ രക്ഷിക്കുവാനായി ഇന്ദ്രനീലവും നാഗമാണിക്യവും പോലും അടിയറവായി വെക്കുമെന്നത് പുതിയ കാര്യമല്ല എന്ന് പ്രതയ്ക്ക് അറിയാമായിരുന്നു. പ്രത പ്രാർത്ഥനയ്ക്ക് നേരെ നാഗമാണിക്യവും ഇന്ദ്രനീലവും നീട്ടി. പ്രതയുടെ കയ്യിൽ നിന്നും നാഗമാണിക്യവും ഇന്ദ്രനീലവും വാങ്ങി പ്രാർത്ഥന പ്രൊഫസറുടെ അടുത്തേക്ക് നടന്നു. പ്രാർത്ഥന ജീവന്റെ കയ്യിലേക്ക് നാഗമാണിക്യവും ഇന്ദ്രനീലവും കൊടുക്കാനായി തുടങ്ങിയതും പെട്ടെന്നാണ് ജീവന്റെയും പാഞ്ചാലിയുടെയും ഉർവശിയുടെയും പിന്നിൽ നിന്നും ഒരേ സമയം 3 മത്സ്യങ്ങൾ വന്ന് കത്തി കുത്തി കയറ്റിയത്. അവർ 3 പേരും ഇച്ഛാധാരി മത്സ്യങ്ങളായിരുന്നു. പെട്ടെന്ന് ജീവനും ഉർവശിയും പാഞ്ചാലിയും അടിപതറി. മൂവരും തങ്ങൾക്ക് കിട്ടിയ കുത്തിന്റെ ആഘാതത്തിൽ തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയ സമയത്ത് പ്രാർത്ഥന നാഗകന്യകയായി മാറി രുദ്രനെ തൻ്റെ വാലിൽ ചുറ്റിയെടുത്ത് പ്രത നിൽക്കുന്ന ഭാഗത്തേക്ക് നിലത്തേക്ക് കിടത്തി. രുദ്രന്റെ ബോധം അപ്പാടെ മറഞ്ഞിരുന്നു. രഘു അന്നേരം രുദ്രന്റെ അടുത്ത് വന്ന് രുദ്രന്റെ മുഖത്ത് തട്ടി വിളിച്ച് അവനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പ്രതയും പ്രാർത്ഥനയും പ്രീതിയും കൈ കോർത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, നമ്മൾ തുടങ്ങി വെച്ച കഥ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പ്രത എന്ന ഞാനും പ്രാർത്ഥന, പ്രീതി എന്ന എൻ്റെ 2 മക്കളും ഇതാ മത്സ്യലോകത്തിൻ്റെയും നാഗലോകത്തിൻ്റെയും മഹാശത്രുക്കളെ നശിപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രതയും പ്രാർത്ഥനയും പ്രീതിയും മത്സ്യകന്യകമാരായി മാറി. ശേഷം മൂവരും ഒരുമിച്ച് പറഞ്ഞു, കഴിഞ്ഞ 25 വർഷങ്ങളായി നമ്മുടെ മത്സ്യലോകത്തിനും നാഗലോകത്തിനും ഗുജറാൾ വീടിനുമൊക്കെ നാശം വിതയ്ക്കുന്ന നിങ്ങളെ ഇതാ ഈ പുണ്യ ദിവസത്തിൽ, ഈ മഹാചിത്ര പൗർണമി ദിവസത്തിൽ നമ്മൾ മൂവരും ചേർന്ന് ഒരുമിച്ചില്ലാതാക്കുന്നു. ഹര ഹര മഹാദേവ. ഇത്രയും പറഞ്ഞ് പ്രതയും പ്രാർത്ഥനയും പ്രീതിയും കൈ കോർത്തുകൊണ്ട് ജീവന്റെയും ഉർവശിയുടെയും പാഞ്ചാലിയുടെയും നേരെ നാഗമാണിക്യത്തിൻ്റെയും ഇന്ദ്രനീലത്തിൻ്റെയും ശക്തികൾ പ്രവഹിച്ചു കയറ്റി. കത്തികൊണ്ട് കുത്തുകിട്ടി നിൽക്കുന്ന മൂവരുടെയും ശരീരത്തിൽ ഷോക്ക് അടിച്ചു കയറും പോലെ കറണ്ട് പ്രവഹിച്ചു കയറി. 3 പേരും കരിഞ്ഞുകൊണ്ട് ഉരുകാൻ തുടങ്ങി. വേണ്ട വേണ്ട വേണ്ട, നമ്മളെ കൊല്ലരുത്, നമ്മളത് ചെയ്യരുത്, ഇനി നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യില്ല, നമ്മൾ വെറുതെ വിടൂ. മൂവരുടെയും കരച്ചിലും വിളിയും നീലഗിരി പർവ്വതത്തിൽ നിന്നും താഴേക്ക് എക്കോ പോലെ പാറി. നാഗലോകത്തിലും മത്സ്യലോകത്തിലും പോലും ഈ അലറിക്കരച്ചിലിന്റെ ശബ്ദം ഇരച്ചു കയറി. മൂവരെയും നാഗമാണിക്യത്തിന്റെയും ഇന്ദ്രനീലത്തിന്റെയും ശക്തി കൊണ്ട് പ്രതയും പ്രാർത്ഥനയും പ്രീതിയും കത്തിച്ചു. എല്ലാവരുടെയും മുന്നിൽ ദുഷ്ടരായ ജീവനും ഉർവശിയും പാഞ്ചാലിയും കത്തി മരിച്ചു വീണു. മൂവരുടെയും ചാരം പോലും നാഗേന്ദ്ര നീലങ്ങളുടെ ശക്തിയിൽ അന്തരീക്ഷത്തിൽ അലിഞ്ഞു. ശേഷം പ്രത പറഞ്ഞു, 25 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി വെച്ച യുദ്ധമാണിത്. വർഷങ്ങൾക്ക് മുൻപ് ഇതെല്ലാം അവസാനിച്ചുവെന്ന് ഞാൻ കരുതിയപ്പോഴും ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ ബാക്കിയായി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. എൻ്റെ മക്കൾ മത്സ്യകന്യകമാരാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ കഷ്ടപ്പെട്ടതുപോലെ അവർ കഷ്ടപ്പെടരുതെന്നും ഞാൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടതുപോലെ ശത്രുക്കളുടെ വെല്ലുവിളികൾ അവർ നേരിടരുതെന്നും ഞാൻ ആഗ്രഹിച്ചു. ഒരു മത്സ്യകന്യകയ്ക്കും അപ്പുറം ഒരു മനുഷ്യനായി ഞാൻ ചിന്തിച്ചപ്പോൾ, ഒരു അമ്മയായി ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ഭാഗത്ത് ശരികൾ മാത്രമായിരുന്നു. പക്ഷെ അതെല്ലാം എൻ്റെ തെറ്റിദ്ധാരണകളായിരുന്നു. മത്സ്യലോകത്തിൽ പിറന്നവരുടെ വിധിയാണിത്, അവരുടെ കർത്തവ്യമാണിത്, ഉത്തരവാദിത്തമാണിത്. 25 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തുടങ്ങി വെച്ച ഈ കഥ എൻ്റെ മക്കൾ കൂടി വന്നപ്പോഴാണ് പര്യവസാനത്തിലേക്ക് എത്തിയത്. അന്നേരം മെഹക് ചിരിച്ചു. പ്രത പെട്ടെന്ന് മെഹക്കിനെ നോക്കി. മെഹക്, 25 വർഷങ്ങൾക്ക് മുൻപ് മരിച്ച എൻ്റെ അമ്മ മേഘയ്ക്കും ഋഷിയേട്ടൻ്റെ അമ്മ മാന്യതയ്ക്കും മോക്ഷം ലഭിച്ചിട്ടുണ്ടാകും. നമ്മുടെ മോന രുദ്ര, നീ മരിച്ചുവെന്ന് എല്ലാവരും പറഞ്ഞിട്ടും നീ എൻ്റെ കൂടെ ഈ ലോകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു.
മഹാദേവൻ മറ്റൊരു മത്സ്യകന്യകയെ പിറവി കൊള്ളിക്കും മക്കളെ. മത്സ്യനാഗിനി ഇനി 2 ദിവസങ്ങൾ മാത്രം.